മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ്. മലപ്പുറത്തെ മുസ്ലിം പെൺകുട്ടികളുടെ തലയിലെ തട്ടം ഊരി മാറ്റിയത് ഞങ്ങളാണ്. പ്രൗഡായിട്ട് പറയാട്ടോ അവർ ആരാന്ന് പറഞ്ഞത്. രണ്ടാമത് മലപ്പുറത്തെ കുട്ടികൾ ജയിക്കുന്നത് കോപ്പി അടിച്ചിട്ടാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ഗെയിൽ സമരത്തിന് വേണ്ടി മലപ്പുറത്ത് ഗെയിൽ സമരത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണ്. ആലനെയും തോഹനെയും പിടിച്ചിട്ട് കാപ്പ ചുമത്തി അവർ CPM തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ സമീപകാലത്തുണ്ടായ ഒരു പ്രശ്നത്തിൽ നമ്മൾ കാപ്പ ചുമത്താൻ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ കാപ്പയ്ക്ക് ഞങ്ങളെതിരാന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. റിയാസ് മൗലവിൻ്റെ വധക്കേസിലെ പ്രതികളെ വെറുതെ വിടുന്നതിൽ അതിന് ഇൻവെസ്റ്റിഗേഷനൊന്നും താല്പര്യം കാണിച്ചിട്ടില്ല. മുസ്ലിം സമുദായത്തോട് വരുന്ന പല കാര്യങ്ങളിലും CPMൻ്റെ അനുഭവം അങ്ങനെയാണ്. പഞ്ചാബിൽ കോൺഗ്രസിനെതിരെ CPM മത്സരിക്കുന്നു, കേരളത്തിലും കോൺഗ്രസിനെതിരെ CPM മത്സരിക്കുന്നു. നാഴികക്ക് 40 വട്ടം PV അൻവറിനെ പോലെയുള്ളവർ, അദ്ദേഹം നാലാംകിട പൗരനാണ്. ആരെക്കുറിച്ചാണ്? രാഹുൽ ഗാന്ധിനെ കുറിച്ച്. അദ്ദേഹം നാലാംകിട പൗരനാണ്. അദ്ദേഹത്തിനെ DNA പരിശോധിക്കണം. ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ആളാണോ എന്ന് ചെക്ക് ചെയ്യാൻ DNA പരിശോധിക്കണം. രണ്ടാമത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കൃത്യമായി ഈ രാഹുൽ ഗാന്ധിയെ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെങ്ങനെ മത്സരിച്ച് ജയിച്ചിട്ട് പോയ ആൾക്കാരെ അവിടെ പോയിട്ട് ഇന്ത്യ മുന്നണിയെ പിന്താങ്ങും? ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇവർ ചിഹ്നം നിലനിർത്താനുള്ള വോട്ടെടുപ്പാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ ജയിക്കലോ, ET മുഹമ്മദ് ബഷീർ ജയിക്കലോ, സമദാനി സാഹിബ് ജയിക്കലോ അല്ല, നമുക്ക് ഇന്ത്യ ജയിക്കുക എന്നുള്ളതാണ്. ഇവിടെ ജനാധിപത്യത്തിൽ നമുക്ക് കൃത്യമായ ഒരു കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്നൊരു സാഹചര്യം, നമുക്ക് മതേതരത്വവും എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യം, ജനാധിപത്യ സംരക്ഷണം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സംരക്ഷണം, ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷെ മറ്റുള്ളവർക്ക് അതല്ല. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം? ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ.